ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റിക്കർ ഇഷ്ടമാണോ? ഇന്ന് നമ്മൾ സ്റ്റിക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റിക്കർ ഉണ്ടാക്കാൻ സെല്ലോ ടേപ്പ്, കത്രിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ പേപ്പർ, ബട്ടർ പേപ്പറിന് പകരം നിങ്ങൾക്ക് നെയിം സ്ലിപ്പ് ഇല്ലേ, അത് പൊളിച്ചിട്ട് ബാക്കി വന്ന ആ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്കെച്ച്, ക്രയോൺസ്, ഓയിൽ പേസ്റ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കളർ അടിക്കാൻ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ 2 സ്റ്റിക്കേഴ്സ് മൈ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ് ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റിക്കർ ഉണ്ടാക്കിയാലോ? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള സൈസിൽ ഒരു പേപ്പർ എടുത്തു വെച്ചില്ലേ, ആ പേപ്പറിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു പടം വരയ്ക്കാം. ഞാനിവിടെ ഒരു സ്മൈലി ഫേസ് ആണ് വരയ്ക്കുന്നത്. കൂട്ടുകാര്, ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചേർത്ത് കട്ട് ചെയ്യാൻ പാടില്ല. ഇച്ചിരി അകത്തി വൈറ്റ് കളർ കാണാൻ പാകത്തിന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇച്ചിരി വെള്ള കളർ കാണാവുന്നത് പോലെ കട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബട്ടർ പേപ്പറിലേക്ക് ഈ പടം എടുത്തു വെക്കണം. അതിനു മുമ്പ് നമ്മൾ എടുത്ത ബട്ടർ പേപ്പറിലേക്ക് സെല്ലോ ടേപ്പ് കഷ്ണം ഒട്ടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ വരച്ചു വെച്ച പടം ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ച സ്ഥലത്ത് വെക്കുക. അത് കഴിഞ്ഞ് വീണ്ടും സെല്ലോ ടേപ്പ് അതിന് മുകളിൽ കൂടെ ഒട്ടിക്കണം. അത് കഴിഞ്ഞ് സെല്ലോ ടേപ്പും നമ്മൾ വൈറ്റ് കഷ്ണം കാണുന്ന പോലെ കട്ട് ചെയ്യാൻ നേരത്തെ കഴിഞ്ഞിരുന്നു. അതേപോലെയാണ് ഇതും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർ റെഡിയായി. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിക്കാവുന്നതാണ്. ഞാനിവിടെ മൈ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ പേപ്പറിൽ ആണ് ഞാൻ ഉണ്ടാക്കിയ എല്ലാ സ്റ്റിക്കേഴ്സും ഒട്ടിക്കാറ്. നമ്മൾ ഇതുവരെയായും ചെയ്ത സ്റ്റെപ്പുകൾ ഞാൻ ഒന്നും കൂടി പറയാം. ബട്ടർ പേപ്പർ വെച്ചു, ബട്ടർ പേപ്പറിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു, നമ്മൾ വരച്ച പടം വെച്ചു, വീണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു, കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഈ ബട്ടർ പേപ്പർ നമ്മൾക്ക് പൊളിച്ച് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഒട്ടിക്കാവുന്നതാണ്. ഞാൻ മൈ സ്റ്റിക്കേഴ്സില് എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ ഒട്ടി. സ്റ്റിക്കർ പൊളിച്ചു കഴിയുമ്പോൾ അടിയില് പശ ഉണ്ടാകും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.